നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് വായിക്കപ്പെട്ട, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമായിട്ടാണ്. ഇതാണ് ആ പുസ്തകം. എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകം. മലയാള സാഹിത്യ ലോകത്തിൽ അടയാളപ്പെടുത്തിയൊരു പുസ്തകമാണ് ഇത്. എം മുകുന്ദനെക്കുറിച്ച് നമ്മൾ എവിടെ സംസാരിച്ചാലും പലപ്പോഴും ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ വായനയാണ്. ഈ രണ്ടാമത്തെ വായനയിൽ ഈ പുസ്തകത്തെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ. കുറുമ്പിയമ്മയും കുഞ്ഞിച്ചിരുതയും റൈറ്ററും അങ്ങനെ അനേകം കഥാപാത്രങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. ഈ പുസ്തകത്തെ വേറിട്ട് നിർത്തുന്നതും ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ കഥാപാത്രങ്ങളുടെയും ആന്തരികമായ വികാരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നത്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെ നിസ്സഹായ അവസ്ഥ, അതെല്ലാം നമ്മുടെ മനസ്സിനെയും സ്പർശിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പുസ്തകം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുകയും ഇപ്പോഴും വായിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു നാടിനെ, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള മനുഷ്യരെയെല്ലാം ഇത്രയും മനോഹരമായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞ മറ്റൊരു പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവായിരിക്കും. മയ്യഴിയിലുണ്ടായിരുന്ന ഫ്രഞ്ച് അധിനിവേശത്തെക്കുറിച്ചും അവിടെ വന്നിരുന്ന വിദേശികൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്നും ആ മനുഷ്യരും അവിടെ വന്ന വിദേശികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നും അവരെ അടക്കി ഭരിക്കുകയായിരുന്നു എന്ന് അവർ തിരിച്ചറിയാതിരുന്ന അവസ്ഥയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ പുസ്തകം പോകുന്നത്. ഈ പുസ്തകത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനും എന്തെങ്കിലുമൊക്കെ രൂപാന്തരം വന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ വായനയിൽ എനിക്ക് തോന്നിയ വിചിത്രമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിതിൽ ഏറ്റവും മോശമായി തോന്നിയത് ഇതിലെ നായക കഥാപാത്രത്തെയാണ്, ദാസനെയാണ്. ദാസൻ്റെ ജീവിതത്തെ മാത്രം എടുത്തു വെച്ച് നോക്കുമ്പോൾ അതൊരു പരാജയപ്പെട്ടൊരു നായകൻ ആയിട്ട് നമുക്ക് തോന്നും. ശരിയാണ്, ഒരു ദാസൻ ശരിക്കും ഇതിൻ്റെ അകത്ത് മറ്റ് കഥാപാത്രങ്ങളെ പോലെയല്ല. ദാസൻ ഒരുപാട് വിദ്യാഭ്യാസം നേടുന്നുണ്ട്, ഒരുപാട് കഴിവുള്ള ഒരാളാണ്, പുറത്തുപോയി പഠിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ വിദ്യാഭ്യാസം കൊണ്ടും അയാളുടെ കഴിവ് കൊണ്ടും ആ നാടിനോ അവിടുത്തെ മനുഷ്യർക്കോ ഒന്നും ഒരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. സ്വന്തം കുടുംബത്തെ പോലും നോക്കാൻ ത്രാണിയില്ലാതെയായി പോകുന്ന ദാസൻ ശരിക്കും പരാജയപ്പെട്ടൊരു നായകനായി തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും കഴിവുമൊക്കെ ഉണ്ടായി തിരിച്ചു വന്നിട്ട് സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ പട്ടിണിയും വിഷമവും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ, അതൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ദാസൻ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി എന്ന് പറയുമ്പോഴും ദാസൻ എന്താണ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളത് വിചിത്രമായൊരു ചോദ്യമാണ്. കാരണം ദാസൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം അവിടെ ഉണ്ടാക്കിയ മാറ്റത്തിൻ്റെ ഒരു പങ്ക് പോലും ദാസൻ ഉണ്ടാക്കിയതായിട്ട് നമുക്കിത് വായിക്കുമ്പോൾ തോന്നുന്നില്ല. ദാസൻ എപ്പോഴും വളരെ സ്വാർത്ഥനായ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാസൻ്റെ പ്രണയം പോലും ആത്മാർത്ഥമുള്ള പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ചന്ദ്രികയോട് തോന്നിയ പ്രണയം ഒരിക്കലും ചന്ദ്രികയുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കാനോ അവളുടെ വിഷമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും ദാസന് കഴിയുന്നില്ല. ദാസൻ്റെ പ്രണയത്തെ കഴിഞ്ഞും കൂടുതൽ മനോഹരമായി, അല്ലെങ്കിൽ കൂടുതൽ നല്ലതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് പറയുന്ന അച്ചു എന്ന് പറയുന്ന റൗഡിയുടെ പ്രണയമാണ്. ദാസൻ്റെ സഹോദരിയായ ഗിരിജയോട് തോന്നിയിട്ടുള്ള പ്രണയം. ആ പ്രണയം അച്ചുവിനെ മാറ്റിമറിക്കുന്നുണ്ട്. അച്ചു കുടുംബവും നാടും ഒന്നും ശ്രദ്ധിക്കാതെ വളരെ റൗഡിത്തരം കാണിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഗിരിജയോട് തോന്നിയ ഒരു പ്രണയത്തിൻ്റെ പേരിൽ മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഈ പറഞ്ഞ പ്രണയത്തെ, അല്ലെങ്കിൽ ഈ ഗിരിജയുടെയും അച്ചുവിൻ്റെയും വിവാഹത്തെ മുടക്കാനായിട്ട് ദാസൻ സ്വന്തം നാടിനെയും പ്രസ്ഥാനത്തെയൊക്കെ മറന്ന് നാട്ടിലോട്ട് തിരിച്ചു വരുന്ന രംഗമുണ്ട്. അപ്പോൾ അവിടെ റൈറ്റർ അദ്ദേഹത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാനവിടെ റൈറ്ററിൻ്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം സ്വന്തം കുടുംബത്തിന് ഉപയോഗപ്പെടാത്ത, സ്വന്തം നാടിന് പോലും ആവശ്യമുള്ള രീതിയിൽ ഉപയോഗപ്പെടാത്ത ഒരു മനുഷ്യൻ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുമ്പോൾ ഏതൊരച്ഛനായാലും അങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യപ്പെടേണ്ടത് എന്നെനിക്കുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രിക എന്ന പെൺകുട്ടിയോട് എനിക്ക് ഒരുപാട് വലിയ ആരാധന തോന്നി ഈ പുസ്തകം വായിച്ചപ്പോൾ. കാരണം ദാസിനെ ആത്മാർത്ഥമായാണ് ചന്ദ്രിക സ്നേഹിക്കുന്നത്. അവളുടെ മുമ്പിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിച്ച് അവൾ
ദാസന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ടും ദാസന് ചന്ദ്രികയോട് ഒരു അനുകമ്പയോ എന്തെങ്കിലും അങ്ങനെ തോന്നിയതായിട്ട് നമുക്ക് കഥയിൽ കാണാൻ കഴിയുന്നില്ല. അവളുടെ ജീവിതവും അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൻ്റെ ജീവിതവും ദാസൻ എന്നൊരു വ്യക്തി കാരണം നശിക്കപ്പെടുകയാണ് ഉണ്ടായത്. സ്വന്തം കുടുംബവും കാമുകിയുടെ കുടുംബവും എല്ലാം നശിച്ച അവസാനം ഇല്ലാതായി പോകുന്നൊരു കഥാപാത്രമായി മാറുകയാണ് ദാസൻ. രണ്ടാമത്തെ വായനയിലാണ് എനിക്ക് ഈ ദാസനെ ഈ ഒരു ആംഗിളിൽ നോക്കിക്കാണാൻ സാധിച്ചത്. ആദ്യം ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ദാസൻ്റെ വശത്ത് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ഈ രണ്ടാമത്തെ വായനയിൽ ദാസൻ്റെ ഒപ്പം നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. ഒരുപാട് പേർക്ക് ഇതിനോട് വിയോജിപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. എങ്കിലും എനിക്ക് രണ്ടാമത്തെ വായനയിൽ ഇങ്ങനെ നോക്കിക്കാണാനാണ് കഴിഞ്ഞത്. മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. താങ്ക് യു.